ഭാഷയുടെ വൈവിധ്യം വളരെ പേര് കേട്ടതാണ്. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറുകണക്കിന് മലയാള ഭാഷാ ഭേദങ്ങളാണ് നമുക്കുള്ളത്. ആദിവാസി ഭാഷകൾ ഉൾപ്പെടെ ഇപ്പോഴും ലിപിയില്ലാത്ത പല മലയാള ഭാഷ പ്രാദേശിക ഭാഷകൾ വരെ നമുക്ക് ഇടയിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കാരണം ഇത് ലിപിയില്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അത് നിലനിർത്താൻ പറ്റുന്നില്ല. മാത്രമല്ല, തലശ്ശേരിയിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഭാഷ പലപ്പോഴും തിരുവനന്തപുരത്തെ ആൾക്ക് അശ്ലീലമായിട്ടും അതുപോലെ തിരിച്ചുമൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ സാറ് പറഞ്ഞത് ഈ ഓണാട്ടുകാര ഭാഷ, സാർ ആ ഭാഷാ പ്രദേശത്ത് നിന്ന് വന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലി 10-30 വർഷം തിരുവനന്തപുരത്ത് താമസിച്ചുകൂടി ആ ശൈലി തന്നെ നിലകൊള്ളുന്നു. ഈ ഓണാട്ടുകാര ഭാഷ ശരിക്കും എന്തുകൊണ്ടാണ് മലയാളത്തിന്റെ ഭാഷയായി മാറിയത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഭാഷയെന്ന് ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം എനിക്കത് ശരിയാണോ എന്നറിയില്ല. പക്ഷെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഭാഷകൻ ഇടയ്ക്ക് പറഞ്ഞ് സൂചിപ്പിച്ചതായി ഓർക്കുന്നു. കാരണം ഈ കോട്ടയത്ത് നമ്മുടെ അച്ചടി തുടങ്ങുന്ന കോട്ടയത്താണല്ലോ. അപ്പൊ ന്യൂസ് പേപ്പർ, പ്രത്യേകിച്ച് മലയാള മനോരമ അച്ചടി 100 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയത്. കോട്ടയം ശരിക്കും ഈ ഓണാട്ടുകാരേക്കൊക്കെ അടുത്ത് സമീപമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഈ ഓണാട്ടുകാര ഭാഷയാണ് അത് ശരിക്കും പ്രൊജക്ട് ചെയ്തത്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ മലയാള മനോരമ എന്ന് പറയുന്ന പത്രം കേരളം മുഴുവൻ വ്യാപിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഭാഷ എല്ലാ സ്ഥലങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു ഭാഷയായി, ഒരു കോമൺ ഭാഷയായി മാറി എന്നുള്ളതാണ്. അതിന്റെ ശരിയെപ്പറ്റി എനിക്കറിയില്ല, എന്നാലും അതിനൊരു സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വന്നതുകൊണ്ടുള്ള ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഭദ്രപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റും അല്ലെങ്കിൽ ആശയങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് ഒരു ഭാഷയാവുന്നതാണ്. പ്രാദേശിക ഭാഷാ ഭേദങ്ങൾ പലപ്പോഴും ഫലപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആശയവിനിമയത്തിലേക്ക് പലപ്പോഴും വിഘാതം സൃഷ്ടിക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത എത്ര ഉയരാൻ കാര്യം എന്താണ്, എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ കാര്യം എന്താണ്? അത് ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനമാണ്. നമുക്കിവിടെ ഇന്ത്യയിൽ നൂറുകണക്കിന് ഭാഷ ഉള്ള ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഒരു ഭാഷയാണ് കൊണ്ടുവന്നത്, ഇംഗ്ലീഷ് ഭാഷ. അത് ആളുകളെ എല്ലാം കൂട്ടിയോജിപ്പിക്കാൻ ഇടയാക്കി. അപ്പൊ ഭാഷ ഇന്ന് ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നടക്കുന്നത് ഭാഷയുടെ പേരിലാണ്. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഹിന്ദി സംസാരിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ അവന് നമ്മളോട് ഇഷ്ടം ഉണ്ടാവത്തില്ല. തിരിച്ചതുപോലെ നോർത്ത് ഇന്ത്യയിലും ഇതായിരിക്കും അവസ്ഥ. അത് അന്ധമായ ഭാഷാ പ്രേമം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പലപ്പോഴും ഈ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഈ ബോർഡ് വെച്ചേക്കുന്ന സ്ഥലങ്ങളിലെ ബോർഡ് വെച്ചേക്കുന്ന പലപ്പോഴും തമിഴില്ല, ഇംഗ്ലീഷിൽ പോലും വെക്കില്ല. അപ്പൊ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം യഥാർത്ഥത്തിൽ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ സൗകര്യപ്പെടുത്തുന്നതായിരിക്കണം, നമ്മുടെ ജീവിതത്തിനെ മുൻപോട്ട് നയിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സുഗമമാക്കാനായിരിക്കണം. ആ അർത്ഥത്തിൽ ഒരു മാനക ഭാഷയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഓണാട്ടുകാര ഭാഷ കേരളത്തിന്റെ ഭാഷയായത് നല്ലതാണ്. കാരണം ഈ പറയുന്ന എല്ലാ ഭാഷകളും സംസാരിക്കുന്ന ആളുകളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഈ ഭാഷയ്ക്ക് ഇന്ന് സത്യത്തിൽ ഒരുപാട് അപജയം അല്ലെങ്കിൽ മൃതമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാറ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആളുകൾ മംഗ്ലീഷ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ എന്താണ് ഭാഷ, അതിന്റെ യഥാർത്ഥ വാക്ക് ഏതാണെന്ന് ചിലപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും. നമ്മൾ പണ്ട് പത്മന രാമചന്ദ്രൻ സാറിന്റെ തെറ്റും ശരിയും ഒക്കെ മലയാളം പണ്ട് വായിച്ച് പഠിച്ച നമ്മൾ ഇന്നിപ്പോ ചില വാക്കുകൾ വലിയ മന്ത്രി പോലെയുള്ള വലിയ വലിയ ആളുകളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് സംശയമാണ്. കാരണം ഇതൊരു കോമൺ ഭാഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ പറഞ്ഞ് മറ്റു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഭാഷയെ പറ്റിയുള്ള സാറിന്റെ വാക്കുകൾ, സാറിന്റെ നിരൂപണങ്ങൾ, സാറിന്റെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കാനും ചിന്തിക്കാനും ഇടയായി. ഞാനിപ്പം എന്നെ ഇവിടെ ഏൽപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് സൃഷ്ടി പരതയെ പറ്റിയാണ്. സൃഷ്ടി പരതയും അതുപോലെ സർഗാത്മകതയും എങ്ങനെ എന്നെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ അതുപോലെ എനിക്ക് എങ്ങനെ ഒരു എഴുത്തുകാരനായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് എന്നെ ഒരു പക്ഷേ ക്ഷണിച്ചത്. ഞാനും
ബൈ പ്രൊഫഷൻ ഐ എം എൻ എഞ്ചിനീയർ. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭാഷയോടും